C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. താഴെയല്ല മുകളിലല്ല പറഞ്ഞ ചേച്ചി കിടക്കണേ. പങ്കേ എടാ, എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു ഇരിക്കാൻ പുറത്ത് കിട്ടണില്ല. ഇവിടെ വന്നിരുന്നോ? പോടാ, അതല്ല, നീ ഒന്ന് വിളിച്ചവനെ. ആരെ? രമണനെ. എന്തിന്? എന്താ വിളിക്കണോണ്ട് കുഴപ്പം? എന്തിനാ വിളിച്ചിട്ട് എന്ത് പറയാനാണ്? അവിടെ എന്താ വിശേഷങ്ങൾ എന്നൊക്കെ ഒന്ന് ചോദിക്കാലോ. അതെ, എന്ത് വിശേഷങ്ങൾ നമുക്ക് അവിടുത്തെ അറിയാനുള്ളത്? എന്താ അറിയാനുള്ളത് നമുക്ക്? എടാ, നീ പറഞ്ഞില്ലേ 2 ദിവസം കഴിഞ്ഞ് വിളിച്ചിട്ട് വിശേഷമൊക്കെ ഒന്ന് ചോദിക്കാന്ന്. അത് 2 ദിവസം കഴിയട്ടെ, വെറുതെ തിരക്കൂട്ടണ എന്തിനാ? എന്റെ അമ്മ ഇപ്പൊ വിളിക്കൊന്നും വേണ്ട, വലിയ വിഷയമാണ്, വിളിക്കണ്ടോ? വിളിക്കണേടാ. എടാ, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിട്ടാണ്. സമാധാനം കെട്ടാൻ എന്തെന്നും പറഞ്ഞിട്ട് വിളിക്കാൻ നമ്മള്? എന്ത് കാര്യം ചോദിക്കണം ഇപ്പൊ അവരോട് നമ്മള്? അവിടെ എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും സുഖാണോ? മോളൊക്കെ എന്താ ചെയ്യും? അങ്ങനെ നമ്മള് കുശലം ചോദിക്കാൻ വിളിക്കും. അവര് സുഖമായിട്ടിരിക്കണോ? ഒരു കുഴപ്പമില്ല. അങ്ങനെ വിളിക്കണോണ്ട് കുഴപ്പമില്ലടാ. എടാ, നിനക്കൊന്നും എന്റെ അവസ്ഥ പറഞ്ഞ മനസ്സിലാവില്ല. ഇത് വല്ലാത്തൊരവസ്ഥയായി പോയി ഇത്. പക്ഷെ എന്തെന്നപ്പൊ നമ്മൾ അവരോട് സംസാരിക്കാന്ന് എനിക്ക് മനസ്സിലാവാത്ത. എടാ, ഒന്ന് വിളിക്കണോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? അമ്മയ്ക്ക് വേണ്ടിട്ട് അല്ലാണ്ട് സമ്മയ്ക്ക് ഒന്ന് വിളിക്കും മക്കളെ. എന്തായാലും ചെയ്യും. വിളിക്കാം. അത് കേക്കണ മാതിരി ഇടണം കേട്ടാ. ഇങ്ങോട്ട് കേക്കണേ. മനസ്സിലായി. അതിന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ ഇല്ല, നീ സംസാരിച്ചാ മാത്രം മതി. ഹലോ, ഞാൻ പങ്കജാഷനാണ്. പങ്കു എനിക്ക് മനസ്സിലായി. ഞാൻ നിന്റെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്താ വിളിച്ചേ? ഇല്ല, ഒന്നുമില്ല. ഞാനേ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോ ഒന്ന് വിളിച്ചോന്നുള്ളോ. പിന്നെ എന്ത് പറയണു? സുഖല്ലേ? സുഖമായിട്ടിരിക്കണു, അങ്ങനെ പോണു. ചേച്ചിയൊക്കെ സുഖമായിരിക്കണോ? ഓ, പിന്നെ പഴയ അസുഖങ്ങളൊക്കെ ഉണ്ട്, പ്രഷർ ഷുഗറൊക്കെ അങ്ങനെ പോണു. അപ്പൊ ഈ കൊളസ്ട്രോളിന് മരുന്നൊക്കെ കഴിക്കണ്ട? പെങ്ങളുണ്ടോ? അപ്പൊ ഇല്ല, ഞാനും പങ്കാമി കൂടെ സംസാരിച്ച് നിൽക്കുമ്പോ അമ്മ ഇങ്ങോട്ട് വന്നതാണേ. അനന്തനുണ്ടോ? അല്ല, ഞാൻ വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇവര് കയറി വന്നതാ. അല്ലല്ല. എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, അതെ, സ്പീക്കറിലാവുമ്പോ എല്ലാവർക്കും വിശേഷം കേൾക്കാല്ലോ വെച്ചിട്ടേ. ഞാൻ എന്നാ വിളിക്കാം. അല്ല, ഇപ്പൊ വിളിച്ചത്? ഒരു കോള് വരണ്ടേ, ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാം. എന്ത് തേങ്ങടം കൂടെ കാണിക്കുന്നത്? ഒരാള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്ത് പറ്റി പോണേ? ഇപ്പൊ അയാളുടെ മുമ്പിൽ ഞാൻ നാളെ കിട്ടില്ലേ? ഞാൻ ഒറ്റയ്ക്കാന്നും പറഞ്ഞിട്ട് പിന്നെ എന്റെ ഇടയിൽ കൂടെ അമ്മ പറഞ്ഞോണ്ട് നിനക്ക് വിവരം വേണ്ടേ? അമ്മ പറഞ്ഞു. ഇതിപ്പോ 2 ആളും കൂടി ഉണ്ട് മന്ത്ലി കോൺഫറൻസ് പറഞ്ഞ മാതിരി. അല്ല, നിന്നെ പറഞ്ഞല്ല. എന്താ പുണ്യതാ? എന്താ? അച്ഛനുണ്ട്. ഞാൻ കാണാൻ വന്നല്ലേ? അച്ഛനുള്ള സമയത്താണ് കാണാൻ വന്നത്. അച്ഛനെ ഞാൻ കണ്ടു. അച്ഛനാ പുണ്യനെ കണ്ടോ? അച്ഛൻ എന്നെ കണ്ടില്ല, ഞാൻ വിളിച്ചു. എനിക്ക് കാണണം തോന്നി എങ്ങോട്ടെ വരണ്ടേ? പോവാ പുണ്യേട്ട. എന്താന്നും പറയാത്തേ? പറയാൻ മറന്ന്. അതെ, ഇനി നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. എന്താ? അനന്തേട്ടന്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് നമ്മുടെ കല്യാണം നടക്കുന്നു ഷാഹിന പറഞ്ഞു. ഷാഹിനെ ഇപ്പൊ അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണേ? അവളാണോ കുട്ടിലെ പാട്ട രാജ്ഞി ഇപ്പൊ? അല്ല, അച്ഛനമ്മയെ തീരുമാനിക്കണേ. പക്ഷെ ഷാഹിനെ അത് പാടി നടന്ന് എല്ലാരെയും അറിയിക്കണേ. അപ്പൊ നമ്മുടെ കല്യാണം നടക്കും. എന്താ? അല്ല, അച്ഛൻ വരുന്നുണ്ടാ? വരുന്നില്ല. വരുന്നുണ്ടോ നോക്കിയതാ. അതെ, നീ ഇങ്ങോട്ട് വന്ന്. ഇങ്ങോട്ട് ഈ മറവിലേക്ക് നിൽക്കുന്ന അച്ഛൻ കാണൂല. വാ. ഈ പശു എന്താ ഇങ്ങനെ കിടന്ന് കരയുന്നേ? അപ്പോൾ നീ പശുക്കൊക്കെ ഒന്നും കൊടുത്തില്ലേ പാവത്തങ്ങള്? അപ്പൊ പശു കരഞ്ഞാലേ നിങ്ങക്ക് വിഷമമുള്ളൂ. ബാക്കിയുള്ളവരുടെ കണ്ണീര് കാണാൻ ഇവിടെ ആരുമില്ല. അത് നീ കരഞ്ഞില്ലല്ലോ. അപ്പൊ ഇനി ഞാൻ കരയും കൂടി വേണോ? മോളെ ഷാഹിനെ, എന്താ വെച്ചാ? മോളെ അമ്മക്ക് ഇത്തിരി കാടി എടുത്തോണ്ട് അല്ല, പശുവിന് ഇത്തിരി കാടി എടുത്തോണ്ട് കൊടുക്കാൻ പറ മോളെ. ശരി. തെറ്റിപ്പോ അടി കെട്ടും. തെറ്റും.
നിങ്ങൾക്ക് തെറ്റുമല്ലെങ്കിലും. ബലരാമേട്ടാ, നിങ്ങളുടെ ഈ തണുപ്പം മട്ടാണ് ഈ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അല്ല, എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. ഈ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവസാനം നീ എന്റെ തലയ്ക്ക് കയറി ചാടി വീഴുന്നെന്തിനാ? നല്ലൊരു കാര്യം ചെയ്യും. നിനക്ക് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് വല്ല മനസ്സമാധാനം ഉണ്ടെങ്കിൽ നീ എന്നെ കുറ്റപ്പെടുത്തിക്കും. അല്ല അപ്പൊ എന്താ ചെയ്യാനാ? എന്തോ ചേടന്തര് പറയാനേന് മനുഷ്യനിട്ട്. താണ്ട പശു പിന്നെയും കരയുന്നു. എവനവിടെ പോയി കിടക്കുക? ഷാഹിന, ഈ ഊഞ്ഞാക്കെട്ടിൽ ആ ഉമ്മറത്തായിരുന്നു തൂക്കി വെച്ചെങ്കിലേ ഇങ്ങനെ നിന്റെ മടിയിൽ കിടന്നിട്ട് ആകാശവും നക്ഷത്രവും ഒക്കെ കാണായിരുന്നു. അതിന് പകൽ എവിടെയാ എന്റെ നക്ഷത്രങ്ങളൊക്കെ? ആ, അത് ശരിയാണ്. എനിക്ക് ആ ബുദ്ധി പോയില്ല. അതിനാ പറഞ്ഞ സാധനം ഉണ്ടോ? ഇത് ബുദ്ധി എനിക്കതില്ലാത്തോണ്ടല്ല നീ ഇവിടെ വന്നിരുന്ന് ആടണത്. ഓ, എണീറ്റേ എണീറ്റേ. എന്തേ ഈ കിടപ്പ് അധികം നേരം കിടന്നാലേ നേരത്തെ പറഞ്ഞ നക്ഷത്രങ്ങളുണ്ടല്ലോ കാണണം പറഞ്ഞേ, അത് അമ്മ വന്നിട്ട് കാണിക്കും. ശരിയാണ്. എന്നാ നമുക്ക് നമ്മുടെ മുറിയിലേക്ക് പോവാ. അയ്യടാ, മതി മതി, എണീറ്റേ. ഇച്ചിരി അങ്ങ് കിടക്കട്ടെ. നീ ഒന്ന് ആട്ടിവിട്ടെ ഇങ്ങനെ അങ്ങോട്ട് പറക്കട്ടെ. ശരിക്കും ഇവിടെ ഇങ്ങനെ 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 മസാജ് ചെയ്യും. ഊഞ്ഞാലാട്ടി കളിക്കുക. ആ, വെറുതെ കിടന്നാ പോയിട്ട് ഇത്തിരി എണീറ്റ് എനിക്കൊരു കാര്യം പറയാണ്ട്. പിന്നെ പറയാന്ന്. അവിടെ എവിടെയെങ്കിലും പോയിരിക്കേ. പിന്നല്ലത് ഇപ്പൊ പറയണോ? നീ എണീറ്റ. നീ എന്തൊരു കഷ്ടമാണ്. അത് വേണ്ടത് ആണുങ്ങള് പറയണ കാര്യ. ഓ, അത്രയ്ക്ക് വലിയ കാര്യമാണോ? എന്നാ പിന്നെ ഞാൻ പോയേക്കാം. വേണ്ട, ഞാൻ അവിടെ നിന്നോ. എന്നാ പിന്നെ ഇത് അവിടെ ഇരുന്ന് പറഞ്ഞാ പോരായിരുന്നാ? മതിയായിരുന്നു. ഇപ്പൊ ഏതായാലും ഇവിടെ എത്തിയില്ലേ? ആ, പറ. അതേ, അത് പിന്നെ നമ്മുടെ കുമാരിയില്ലേ? ആ, കുമാരി. ആ, കുമാരി. ആ, കുമാരിയെ എനിക്ക് വേണ്ടിട്ട് അവിടെ പോയിട്ട് നീ ഒന്ന് ആലോചിക്കോ? ഞാനാ? ആ, പങ്കിമാവനോട് കൊറേ പറഞ്ഞ. പങ്കിമാവൻ ഓരോ ഞൊണ്ടി ന്യായം പറഞ്ഞിട്ടേ പറ്റണില്ല. അപ്പൊ നീ പോയാ മതി, നിനക്ക് പറ്റൂലോ. അമ്മ സമ്മതിക്കോ? അതെന്താ അമ്മ സമ്മതിക്കാത്തെ? അനന്തേട്ടന് ആരതിനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചാ എനിക്ക് കുമാരിനെ കല്യാണം കഴിച്ചു തരുന്ന അമ്മ പറഞ്ഞല്ലോ. പറഞ്ഞതൊക്കെ ശരിയാണ് അപ്പുവേട്ടാ. അനന്തേട്ടനും ആരതിയായ കല്യാണം നടക്കൂല. അതെന്താ? ഇതൊക്കെ എന്തിനാക്കെ ഇപ്പൊ പറയുന്നേ? നടക്കും അപ്പൂണ്ണേട്ടാ, നടക്കും. നീ എന്തിനാ ആവശ്യമില്ലാത്ത പറഞ്ഞ അപ്പുവേട്ടനെ ആഗ്രഹിപ്പിക്കണ? അത് നടക്കൂല അപ്പുവേട്ടാ. അപ്പൊ എന്റെ കുമാരിയോ? കുമാരിനെ പീതാംബരൻ ചേട്ടൻ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്തോളൂ. അപ്പുവേട്ടൻ വിഷമിക്കണ്ട. അതെങ്ങനെയാ? അവളെ കല്യാണം കഴിച്ചോളാം ഞാൻ വാക്ക് കൊടുത്തല്ലേ? അപ്പൊ വാക്കും കൊടുത്താ? അപ്പൊ ഈ കാരണന്മാരോടൊക്കെ ആലോചിക്കാതെ ഒറ്റക്ക് പോയി വാക്ക് കൊടുക്കണ എന്തിനാണ്? അപ്പൊ നീ കാരണന്മാരോട് ആലോചിച്ചിട്ടാണോ അവളെ കൂട്ടി കൊണ്ടുവന്നേ? അത് ശരി, ഇതുപോലെയാണ് അത്. ഇവള് വെറുതെ മാറി നിൽക്കുകയാണ്. ഞാൻ വിളിച്ചുകൊണ്ടെന്നില്ലേ റെയിൽവേ ട്രാക്കിൽ പോയി തലവെക്കും. അങ്ങനെ പറ്റിപ്പോയൊരു അബദ്ധമാണിത്. അബദ്ധോ? അപ്പൊ എന്നെ കിട്ടിയത് അബദ്ധമായിട്ടല്ലേ കാണുന്നേ? എന്റെ പൊന്നാര ഷാഹിന, ഞാനൊന്ന് സമാധാനിപ്പിക്കാൻ പറഞ്ഞു. അത് മക്കിടന്ന് തൂങ്ങല്ലേ? സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണല്ലേ? അത് നടക്കൂല അപ്പുവേട്ടാ. ആരതിക്ക് വേറെ കല്യാണം അമ്മാവനെ ആലോചിച്ച് അനന്തേട്ടൻ ഇഷ്ടം പറഞ്ഞപ്പോഴും വൈകിപ്പോയി. എല്ലാരും കൂടി എന്നെ പറ്റിക്കായിരുന്നു. ഇപ്പൊ ഞാനേ പങ്കിമാരോടും ചോദിക്കട്ടെ. ആ, ദേവിക്ക് ബുദ്ധിമുട്ടായല്ലേ? പിന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ഇതിന് കഞ്ഞി ഉണ്ടാക്കി തരുന്നതിന്. അമ്മക്ക് എന്ത് വെച്ചുണ്ടാക്കി തരാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അമ്മേ. കുഞ്ഞുങ്ങളെന്തേ? അവരെവിടെ ഉണ്ട്? പിള്ളേർക്കാണെങ്കിൽ അമ്മയെന്ന് വെച്ച ജീവനാണ്. അമ്മൂമ്മ മതി. അതെ, നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ വീട്ടിലോട്ട് പോയില്ലല്ലോ. അപ്പൊ അമ്മൂമ്മയെ കണ്ടിട്ടില്ലല്ലോ, അതായിരിക്കും. എന്റെ അമ്മ അവിടുത്തെ അമ്മയല്ല, അമ്മയുടെ കാര്യ പിള്ളേര് പറയുന്നത്. അമ്മയെ ഭയങ്കര ഇഷ്ടാണെന്ന്. അത് പിള്ളേരുടെ ഒരു പൊതു സ്വഭാവമാ. അവർക്ക് എപ്പോഴും പ്രായമുള്ളവരോടായിരിക്കും അടുപ്പം. എന്താ അമ്മ കഞ്ഞി കുടിക്കണ? വല്ല സുഖമില്ലായ്മ വേണ്ടാ? നല്ല സുഖ. നീയൊക്കെ കൂടെ എല്ലാ ദിവസവും നല്ലത് തരുന്നുണ്ടല്ലോ അമ്മയ്ക്ക്. പപ്പടം ആര് വറുത്ത്? ഞാൻ കാച്ചിതാ. എന്നാ വെള്ളം വേണോ? വേണ്ട മോളെ, കുഴപ്പമില്ല. ഒരു തരത്തിൽ പറഞ്ഞ അനന്തേട്ടന് ആരതിയുടെ കല്യാണം മുടങ്ങിയത് നന്നായി. ഏത് തരത്തിൽ പറഞ്ഞാല്? അമ്മ അത് ദുബായിലൊക്കെ വളർന്ന കുട്ടിയല്ലേ.
ടൗണിലൊക്കെ ജീവിച്ച് ശീലിച്ചവര് നമ്മുടെ ഈ കൊട്ടിലപ്പാട്ടിൽ വന്ന ഈ കുടിസ് മുറിയിൽ 3 ദിവസം സന്തോഷമായിട്ട് ജീവിക്കും. 4ന്റെ അന്ന് അവള് ചാടും. അങ്ങനെയൊന്നുമില്ല. അവൾക്കേ ഈ വീടും പറമ്പും കുളവും തൊടിയൊക്കെ നല്ലോണം ഇഷ്ടമായിണ്ട്. ഇഷ്ടായി. അതൊക്കെ അമ്മനോട് പറയണല്ലേ. അനന്തേരന് അതൊന്നും ചേരൂലെന്നേ. അനന്തേരന് അടക്കവും ഒതുക്കവും സൗന്ദര്യവും ഉള്ള ഒരു പാവം പെണ്ണിനെ ഇഷ്ടപ്പെടുള്ളൂ. നമ്മുടെ ഈ ദേവികച്ചിനെയൊക്കെ പോലെ. കുറച്ച് കഞ്ഞി എടുക്കട്ടെ? കഞ്ഞി ഇപ്പൊ വേണ്ട, ഇത് കഞ്ഞിയിൽ നിൽക്കൂല. എന്താ? അല്ല, കഞ്ഞിയിലൊന്നും ഞാൻ നിൽക്കൂലെന്ന് പറഞ്ഞു. എനിക്ക് ഭക്ഷണം വേണോ? അവിടെ വെക്കണം. ആകെ അത്രേ ഉള്ളൂ, കുട്ടികൾക്ക് കൊടുക്കണം. ആ അയ്യോ കുഞ്ചാ. കുഞ്ചു, എന്താ അമ്പിളി അങ്കിളിനൊരു മൈൻഡ് ഇല്ലാത്തത്? മാളു, നാളെ അങ്കിളിന്റെ പെട്ടി വണ്ടിയിൽ നമുക്ക് കേബിൾ ഓഫീസിൽ പോയിട്ട് ഒരു സാധനം മേടിച്ചു തരാട്ടാ. കേട്ടാ, പോകണ്ടേ നമുക്ക്? ആ, അവര് ഉമ്മ വന്ന അങ്കിളിന് മിടുക്കൻ. ഇതെന്താണ് പതിവില്ലാണ്ട് കുട്ടികളോടൊക്കെ ഒരു സ്നേഹപ്രകടനം? അതെ, ഇവര് വന്നിട്ട് എനിക്ക് ഇവരുടെ കൂടെ ചെലവഴിക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ നല്ല തിരക്കിലായി പോയി. നമ്മ ഈ കുട്ടികളോടൊപ്പം കളിച്ചാൽ നമ്മളും അവരെ പോലെ ആവുന്നാണ് അല്ലേ ചേച്ചി? ഓ അതെ അതെ. അവർക്ക് ഭക്ഷണം കൊടുക്ക്. നമുക്ക് കഞ്ഞി കുടിക്കണ്ടേ? പിന്നെ മോളെ, കുഞ്ഞുങ്ങൾക്ക് കൂടെ കഞ്ഞി ഇരിക്കട്ടാ. നാളെ പോകണ്ടേ കാലത്ത്? നീ അവിടെ ഇരിക്കും. നീ എന്തൊക്കെയാടാ ഈ പറയണ്? അല്ലാതെ എന്തെന്നാ ഈ പറയണേ? ഈ രാഷ്ട്രീയത്തിലൊന്നും പോകണ്ടായിരുന്നില്ലെന്ന് ഇപ്പഴാ തോന്നുന്നു. ആ, അതങ്ങനെയാടാ. ഒരിക്കൽ കുഴി വീണാ പിന്നെ കേറി വരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ രാഷ്ട്രീയമൊക്കെ അങ്ങനെ തന്നെയാണ്. അതെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ എന്നെ ഒന്ന് സഹായിക്കണം. ചേച്ചിയും തുടങ്ങിയ സഹായം ചോദിക്കാൻ വല്ല ഏടാകൂടാണെങ്കിൽ എന്നോട് പറയരുതിട്ട് ചേച്ചി. എനിക്ക് ഇനി അതിനൊന്നും വയ്യ. ഇതങ്ങനെയൊന്നും അല്ലടാ. നമ്മളന്ന് രമണനെ വിളിച്ചില്ലേ? അപ്പൊ ആരതിയുടെ കല്യാണക്കാരി എന്താവും പറഞ്ഞത്? അത് ചേച്ചി കേട്ടതല്ലേ? വേറെ ഏതോ ഒരു ബന്ധം ശരിയായിട്ടെന്നല്ലേ പറഞ്ഞേ? എടാ, അത് ഉറപ്പിച്ചിട്ടില്ലെങ്കിലേ നീ എനിക്ക് വേണ്ടി ഒരു ചെറിയ കള്ളം പറയണം. എന്ത് കള്ളം? ആരതിയുടെ കല്യാണം ഉറപ്പിച്ചെന്ന് അറിഞ്ഞപ്പോ മുതല് ഇവിടെ അനന്തൻ ഊണ് ഉറക്കൊന്നും ഇല്ലായിരുന്നു എന്ന് പറയാ. എന്റെ ചേച്ചി, എനിക്ക് ഈ വക കള്ളൊന്നും പറയാൻ വയ്യാട്ടോ. കള്ളം പറയണം. എനിക്ക് ഈ കള്ളം പറയൽ ഇഷ്ടല്ല. കള്ളം പറയാത്തൊരു പൊന്നുമോൻ, എന്നെക്കൂടൊന്നും പറയിപ്പിക്കല്ലേ ഭംഗിയെ. ആ, എന്താണിതിപ്പോ? ഞാൻ കള്ളം പറഞ്ഞുകൊണ്ട് കിടക്കണോ ദിവസം? ഓരോരുത്തർക്ക് വേണ്ടിട്ട് ഓരോ കാര്യം പറയണതാണ്. അല്ലാണ്ട് എനിക്ക് ഈ വക പണിയൊന്നല്ല. എടാ, അപ്പൊ എനിക്ക് വേണ്ടി ഇതൊന്ന് ചെയ്യടാ. നീ അവനൊന്ന് വിളിക്കേ. ഇനിയിപ്പോ അങ്ങനെ വിളിച്ചു പറഞ്ഞെന്താണാവോ ഗുണം? നമ്മക്ക് ഇപ്പോഴും ഈ ബന്ധത്തിൽ താല്പര്യം ഉണ്ടെന്ന് രമണന് മനസ്സിലാവുമല്ലോ. വലിയ കാര്യമായി. എടാ, ഒന്ന് വിളിക്കടാ. എന്റെ ചേച്ചി, ഞാനെങ്ങനെ അവരോട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞ അതെങ്ങനെ അനന്തൻ അറിഞ്ഞ എന്നെ ബാക്കി വെക്കും അവൻ? അവനൊന്നും അറിയില്ല. അറിയില്ല. നീ വിളിക്ക്. എന്നൊരു കാര്യം ചെയ്തു തന്നാ ഫോൺ ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞു. അയ്യോ, ഞാൻ വിളിക്കില്ല. അത് പറ്റില്ല. അതെന്താന്നറിയോ? ഞാൻ അങ്ങോട്ട് കയറി വിളിച്ച കാശിനോടുള്ള ആർത്തി കൊണ്ടാണ് അവൻ തെറ്റിദ്ധരിച്ചാലോ? അതിലെന്താ തെറ്റിദ്ധാരണ? ശരി തന്നെയല്ലേ? പോടാ അവിടുന്ന്. നിന്നോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. കാശിനോടുള്ള ആർത്തി, അത് എനിക്ക്. ആനന്ദാ വരണ്ട്, ചാടി കളിക്കണ്ട. നമ്മൾ പോകുന്നതിന് മുമ്പ് മറ്റു ചില കാര്യങ്ങളും കൂടി തീരുമാനിക്കണുണ്ട്. എന്താണ്? എന്ത് തീരുമാനിക്കാൻ? നമ്മൾ പോകുന്നു, കാണുന്നു, സംസാരിക്കുന്നു, അത്രേ ഉള്ളൂ. അയ്യോ, പോകുന്നു, കാണുന്നു, സംസാരിക്കുന്നു. പറയാൻ എന്ത് എളുപ്പമാണ് ഇതൊക്കെ? എന്താ? ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ഒരിക്കലാ പീതാമ്പനോട് പെണ്ണുകാണാൻ വന്ന ഓർമ്മയുണ്ടല്ലോ? അന്ന് നീ ഉണ്ടാക്കിയ കോലാഹലം എന്താണെന്നറിയാമല്ലോ? അതിപ്പം എല്ലാവരുടെയും മൂഡ് എപ്പോഴും ഒരുപോലെയൊന്നും ആയിരിക്കത്തില്ലല്ലോ. അപ്പൊ ആ മൂഡിനെ കുറിച്ച് തന്നെയാണ് അളിയൻ ഇപ്പൊ പറഞ്ഞതേ. അവരെങ്ങനെ ഇങ്ങോട്ട് പെരുമാറുന്നതെന്ന് അറിയില്ലല്ലോ. എനിക്ക് ഞാൻ ആലോചിക്കുന്നേ, അതിന്റെ പക വല്ലതും പീതാമ്പന്റെ മനസ്സിൽ കാണുമെന്നാ എന്റെ സംശയം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് പോക്കോ, ഞാൻ വരുന്നില്ല. കണ്ടോ ചേച്ചി, എന്താ ഈ കാണിക്കണത്? ഈ അവസാന നേരത്ത് വന്നിട്ടാണ് ഈ വക കോപ്രായത്തരം കാണിക്കണേ? അല്ല പിന്നെ എനിക്കിതാളി ഇഷ്ടപ്പെടാത്ത കേട്ടോ. പിന്നെ വേറെ ആവശ്യമില്ല. ഒന്നാമത്തെ അളിയന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയണേ? ഇറങ്ങാൻ നിർത്ത്. ഇല്ല, നിർത്തി. നമുക്ക് പോവാം. അപ്പൊ ഇതുവരെ പോയില്ലേ നിങ്ങള്? ഞങ്ങള് പോവുക തന്നെയാണ് അപ്പുണ്ണേ. ഒന്നാമത്തെ നീ എന്റെ കാര്യങ്ങൾ നോക്കുന്നത് കാരണന്മാര് നോക്കേണ്ട കാര്യല്ലേ? ഇത് ഞങ്ങള് ചെയ്തോളാം.
ശരിക്കും പറഞ്ഞാണ്ടല്ലോ അളിയാ, കാറൊക്കെ വിളിച്ച് ശരിക്കും നേരാൻ വേണ്ട ഉമ്മർത്ത് ചെന്ന് അങ്ങോട്ട് ഇറങ്ങിയായിരുന്നു എന്റെ ഭംഗി. അതിനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അതോട്ടെ. ഈ എന്തിനാ കാറ്? ഈ തൊട്ടടുത്ത പുരടുത്തോടെ അങ്ങോട്ട് നടന്നു ചെല്ലാനുള്ള ദൂരമല്ലേ ഉള്ളു. അയ്യേ, കാറൊന്നും വേണ്ട. അല്ല അമ്മാവൻ പറഞ്ഞ ശരിയാ, കാറിലൊക്കെ ചെല്ലുമ്പോ ഒരു ഗമയുണ്ടായിരുന്നു. അല്ലടാ, അതാണ് മോനെ കാറിൽ ചെന്ന് കയറിയാലേ ഗമയല്ല, നമ്മളൊക്കെ അല്പന്മാരാന്ന് പറയും. അതിപ്പോ നമ്മൾ ഈ പറമ്പിൽ കൂടെ കയറി ചെന്നിട്ട് പെണ്ണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് പിശുക്കന്മാരാന്നും പറയും. പോവാൻ സമയം കളയണ്ട. കാര്യങ്ങളൊക്കെ ഗൗരവമായിട്ട് സംസാരിക്കണേട്ടാ. ഓ, നല്ല ഗൗരവത്തിൽ സംസാരിച്ചോളാം. ഒന്നാമത് നമ്മുടെ കയ്യിലും കുറെ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്. ഒരു വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോ ഒന്ന് അന്വേഷിച്ചിട്ടും പിടിച്ചിട്ടും വേണ്ടേ? അല്ലാണ്ട് പറയാതെ അങ്ങോട്ട് കയറി ചെന്ന അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് കയറി ചെല്ലാനേ തൊട്ട അയൽപക്കത്തെ വീടല്ലടാ. അങ്ങനെ സൂചന കൊടുത്തിട്ടൊക്കെ പോവാൻ പറ്റോ? എന്താ ഈ പറയണേ? തൊട്ട അയൽപക്കത്തെ വീടാന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അവിടെ ഒരു കാര്യം നടക്കണ കണ്ടില്ലേ? നമ്മള് വല്ലതും അറിഞ്ഞോ? അയൽപക്കത്താണെങ്കിലും നമ്മൾ അന്വേഷിച്ചിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോവാൻ. ഇതിപ്പോ അവിടെ അവര് വന്നിട്ടൊരു പെണ്ണ് കാണല് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇപ്പൊ ആലോചിച്ച് ഉറപ്പിച്ചിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല അത് കണ്ടിട്ട് അത് നടക്കുന്നു. അതിപ്പോ ഉറപ്പിച്ചാലും ഇല്ലെങ്കിലും നമുക്കിനി അത് വേണ്ട. ഇവിടെ ഒരുത്തം വന്ന് കണ്ട പെണ്ണല്ലേ, അത് ശരിയാവില്ലെന്നേ. എന്താ ഈ പറയണേ? അങ്ങനെയാണെങ്കിൽ എന്താ? നീ എന്ത് വർത്തമാനാണ് സീത പറയുന്നത്? പിന്നല്ലാതെ അതൊക്കെ അങ്ങനെ തന്നെയല്ലേ. എത്ര വീടുകളിൽ അങ്ങനെ വന്ന് കാണുന്നില്ലേ ആൾക്കാര്? അതൊന്നും നമ്മൾ പറയണത് ശരിയല്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, അവിടുന്ന് കുമാരിയുടെ അച്ഛൻ ഇവിടെ വന്നിട്ട് അന്വേഷിച്ചപ്പോ എന്താ ഉണ്ടായത്? നാണം കെടുത്തി വിട്ടില്ലേ? ഇല്ലേ? പിന്നെ അതിനുശേഷം നമ്മളെങ്ങാനൊന്നും അവിടെ പോയിട്ടൊന്ന് അന്വേഷിക്കുകയോ പിടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തോ? അല്ലെങ്കിൽ നമ്മൾ വരുന്നുണ്ടെന്നൊരു സൂചന കൊടുത്തൊന്നും ഉണ്ടായില്ല. പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു മാത്രം നടക്കണമെന്ന് വെച്ചാൽ അങ്ങനെ നടക്കുക. ഇനിയിപ്പോ വേറൊന്നും ഇത് വേണ്ടാന്ന് പറഞ്ഞല്ലോ വലിയ ധൈര്യത്തില്. ഇതെങ്ങാനും ആ ചെക്കനോട് പോയി പറഞ്ഞാൽ അവൻ നട്ടപ്പരാന്തളകും അവന്. ഇതങ്ങോട്ട് കിട്ടിയെന്ന് കണ്ടപ്പോ ഗൾഫിലേക്ക് വിസ കിട്ടിയുമായിട്ടുള്ള സന്തോഷത്തിലേ അവരിക്കണേ. ഇനി വേണ്ടാന്നൊന്ന് പറഞ്ഞു നോക്ക്. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അവൻ എന്റെ മോനാ, ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. എന്നാ മോനോട് അങ്ങോട്ട് പറഞ്ഞു. അമ്മ പോയപ്പോഴും എനിക്ക് തോന്നിയതാ അത് നടക്കൂലാണ്. അമ്മ അവിടെ പോയിട്ട് വേണ്ടാത്തൊക്കെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിർത്ത്. കാര്യം എന്താന്ന് അറിഞ്ഞിട്ട് സംസാരിക്കും. ഇനിയൊന്നും അറിയാനില്ല. കല്യാണം നടക്കൂലെന്ന് അമ്മ പറഞ്ഞില്ലേ? അവിടെ നടന്ന കാര്യങ്ങൾ എന്താന്ന് അവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എനിക്കിതൊന്നും കേൾക്കണ്ട. എനിക്ക് തൊഴുത്തും വേണ്ട, പശു വേണ്ട, കല്യാണം വേണ്ട. നീയൊന്ന് അടങ്ങടാ പുണ്യ, ഇത് എന്തൊരു ബഹളാത്. മോളെ, ഞങ്ങൾ അവിടെ ചെന്നപ്പോ 1-2 പേര് അവിടെ ഉണ്ടായിരുന്നു. ഏതൊരു കല്യാണ ആലോചനയാണെന്ന് തോന്നണോ? ഈ സന്ദർഭത്തിൽ നമുക്ക് എന്താ അവിടെ സംസാരിക്കാൻ പറ്റുക? ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അത്രേ ഉള്ളോ? ഒരു പെണ്ണാണല്ലേ ആയിട്ടുള്ളൂ. നമുക്ക് താല്പര്യം അവരെ അറിയിക്കുമ്പോ അവരത് വിട്ടോളും. പിന്നെ അത് തീരുമാനിക്കാൻ നീ ആരാ? അവരെ ആലോചന വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം. അപ്പുണ്ണി, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഇങ്ങനെ കിടന്ന് ചാടിയാണ്ടല്ലോ, ഈ ആലോചന ഞാൻ ഇവിടെ വെച്ച് നിർത്തും. സീതാലക്ഷ്മി ആരാന്ന് നിങ്ങളാരും മനസ്സിലാക്കിയിട്ടില്ല ശരിക്ക്. എന്ത് സ്വഭാവം അമ്മവാ, കുമാരിക്ക് ആ ചെക്കന് ഇഷ്ടമായില്ലോ? അത് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? അപ്പുണ്ണി അവളോടല്ലേ ചോദിക്കേണ്ടത്. ആ ചെക്കനെ എന്നെക്കാട്ടും ഉയരവും സൗന്ദര്യവും മണ്ണ കണ്ട. ഞാൻ അളക്കാനും തൂക്കാനുള്ള മെഷീനൊന്നും കൊണ്ടുപോയില്ല. എനിക്കറിയാം നടക്കൂലതും. എനിക്ക് കിട്ടൂല അവളെ, ഉറപ്പാ. വിഷമിക്കല്ല പുണ്യേട്ടാ. 2 വട്ടം ഞാൻ കുമാരിയേച്ചിയോട് ചോദിക്കുവേ. 3 വട്ടം ദേ ഞാൻ കുമാരിയേച്ചിയോട് ചോദിക്കുവേ. 9 വട്ടാ? അല്ല, 3 ഉറപ്പിച്ചതാ. 3. എന്നാലേ ഇനി 4ാമത് 1 വട്ടം കൂടെ കാണണം. എന്തിന്? എന്നിട്ട് കുമാരിയേച്ചിയോട് പറയണം അച്ഛനോട് ഇവിടെ വന്നിട്ട് സംസാരിക്കാൻ. എന്നാൽ അമ്മ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് പറയണം. അമ്മ സമ്മതിക്കോ? സമ്മതിക്കും. പറയോ? പീതാംബരേട്ടൻ വരുവോ? വരുന്നേ. വരുണ്ടാവില്ല, അത് നടക്കൂല. ആദ്യം അപ്പുണ്ണേട്ടൻ പോയിട്ട് സംസാരിക്കുക, എന്നിട്ടല്ലേ ബാക്കി. സംസാരിക്കല്ലേ? അയ്യോ, അല്ലെങ്കിൽ വേണ്ട. എന്തേ? അതെന്തറിയോ? കുമാരി അവിടെ പോയിട്ട് അച്ഛനോട് പറയുമ്പോഴേ കുമാരിയുടെ അച്ഛൻ വിചാരിക്കില്ലേ ഞങ്ങൾ കാണാറും സംസാരിക്കാറും ഉണ്ടെന്ന്. അപ്പൊ കുമാരിയെ അടിക്കും. അടിച്ചാലും നോവുന്നത് കുമാരിയേച്ചിക്കല്ലേ? അല്ല, എനിക്കാ. അമ്പോ, ഭയങ്കര പ്രണയാണല്ലോ. എനിക്കറിയില്ല, എനിക്ക് നോവും. എന്തായാലും അപ്പുണ്ണേട്ടനൊന്ന് പറ കാര്യം. വേണ്ട, വെറുതെ അവൾക്ക് തല്ലുള്ളൂ. അപ്പു കല്യാണം കഴിക്കണ്ട? കല്യാണം കഴിക്കണം. അതിന് പറ.
അവരഞ്ചു പേര് വരും. ചെറുക്കന്റെ കൂട്ടുകാരും ബന്ധുക്കളും മാത്രം. പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണം. നമ്മുടെ ഒരു ഡിഗ്നിറ്റി നോക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ വെൽക്കം ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് വെറുതെ പൊടി കലക്കി കൊടുക്കണ്ട. നല്ല എന്തെങ്കിലും സാധനം ആയിക്കോട്ടെ. ഞാൻ പോയിട്ട് ആരാന്ന് നോക്കട്ടെ. അല്ല പിരിവുകാരാണെങ്കിൽ ഞാൻ ഈ ഫോണിന് എറിഞ്ഞു ഓടിക്കും. ഞാൻ കാശ് പോയാലും വേണ്ടില്ല. മനുഷ്യൻ എന്താ മോളെ? എന്തായി മമ്മി, പാലാരി വട്ടത്തിന് വന്നവർക്ക് ഫുഡ് കൊടുക്കണ്ടേ? എന്തേ, നിനക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? വല്ല കുഴിമന്തിയോ കപ്സയോ അങ്ങനെ എന്തെങ്കിലും? എന്റെ മമ്മി, നിങ്ങൾ എന്തായാലും ജോജിനെ എനിക്ക് കെട്ടിച്ചേർത്തില്ല. അതെന്തായാലും ഇല്ല. നിന്റെ ഡാഡിയെ അവിടെ നാട്ടിൽ പോയി അന്വേഷിച്ച് അവന്റെ നാട്ടുകാർക്ക് മുഴുവൻ അവനെ പറ്റി മഹാമോശം അഭിപ്രായം. പരമ ബോറ, ഫ്രോഡ്. അങ്ങനൊന്നും അല്ല മമ്മി, എന്റെ ജോജിനെ എനിക്കറിയത്തില്ലേ. നീ അതും പറഞ്ഞങ്ങോട്ട് ചെന്നേച്ചാ മതി. മമ്മി എന്തായാലും എനിക്കാണ് കെട്ടിച്ചേർത്തില്ല. ജോജി പോയ സ്ഥിതിക്ക് ഇനിയിപ്പൊ നമുക്ക് അനന്തേട്ടനെ ആലോചിക്കാം. അയ്യോ, നീ എന്തോ ഈ പറയുന്നത്? പിന്നെ പാലാരിവട്ടത്തുകാരോട് എന്തോ പറയും? അവർക്ക് വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്നെ കെട്ടിച്ചു കൊടുക്കാന്ന്. പിന്നെന്താ? പിന്നെ നീ അതും പറഞ്ഞങ്ങ് ചെന്നേച്ചാ മതി. മമ്മി മമ്മി പ്ലീസ് മമ്മി, ഡാഡിനോട് ഒന്ന് പറ. ഈ എന്റെ കുഞ്ഞെ, നിന്റെ ഡാഡിയുടെ സ്വഭാവം നിനക്ക് അറിയാലോ. ആരായിരുന്നു വന്നത്? ആ പെയിന്റിന്റെ ആൾക്കാരെ എസ്റ്റിമേറ്റ് തരാൻ വേണ്ടി വന്നത്. ഇവിടെ എന്താ പറയണ? അല്ല, അവക്ക് ഒരു അഭിപ്രായം പറയണം. അവിടെ ഒരു അഭിപ്രായം എനിക്ക് കേൾക്കണ്ട. ഡാഡി പറ, എന്താ? അല്ല, അവള് പറയുമായിരുന്നേ, ജോജിയെ വിട്ട സ്ഥിതിക്ക് നമ്മുടെ അനന്തനെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചാലോ. ഒറ്റ അടി വന്നോണ്ടല്ലോ, രണ്ട് മടക്കെന്ന് പറഞ്ഞ് തെറിച്ചു പോകും. പറഞ്ഞോണോ അപ്പോഴും പറയണ്ടോ? എനിക്ക് ഒറ്റ വാക്കുള്ളൂ, ഒറ്റ തന്തയും. പാലാരിവട്ടത്തുകാരുടെ അഭിപ്രായം വന്നപ്പോ നിന്റെ വായിലെന്താ കുരുവായിരുന്ന? അതിന് കുട്ടിലപ്പാട്ടൊന്നും മറുപടി ഒന്നും വന്നില്ലായിരുന്നു. എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞ മോളകത്ത് പോ. ചെല്ലു. പെയിന്റ് 25,000 രൂപ. ഇതെന്തിനു തിന്നാനാണ്? നിങ്ങൾ പെയിന്റ് കുടിക്കും. അല്ല, ചായ കുടിക്കേ. പൈൻ്റാർന്നെങ്കിൽ നോക്കാറുണ്ട്. ഓ, പിന്നെ നിങ്ങൾ ചൂടാകരുത്. ഞാൻ പറയുന്നൊന്ന് സമാധാനമായിട്ട് കേക്ക്. പറ. നമ്മൾ ഈ പാലാരിട്ടത്തോ ചെറുക്കന് കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഈ ജോജിയുടെ കാര്യം അവൻ അറിഞ്ഞാൽ അവന്റെ സ്വഭാവം എന്താകുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മോള് നമ്മുടെയാ, അനന്തനാവോ നമ്മുടെ പയ്യനല്ലേ. അതിന് അല്ല, ഇതങ്ങ് വേണ്ടെന്ന് പറ. കൊട്ടിലപ്പാട്ടെന്നാണെങ്കിൽ അവർ സമ്മതം പറയുകയും ചെയ്ത്. അപ്പൊ പിന്നെ അതങ്ങ് മൂളുന്നതല്ലേ നല്ലത്. എന്താ ഉണ്ടായി? ഞാൻ പറയാം. ഞാൻ അനന്തന്റെ റൂമിലേക്ക് വന്നതാ. എന്തിനാ അനന്ത റൂമിലേക്ക് പോയേ? എടാ, ഞാൻ കുമാരിയുടെ ആലോചനക്കാരി ഒന്ന് പറയാൻ പോയതാ. അത് ഞാൻ പറഞ്ഞതാണല്ലോ. എടാ, എന്നാലും അവന്റെ കൂടി ഒന്ന് നോക്കണ്ടേ? അപ്പൊ അതിനെ പറ്റി കൂടി സംസാരിക്കാൻ വേണ്ടി ഞാനൊന്ന് അവിടെ പോയതാണ്. അനന്ത റൂമിലില്ല. ആനന്ദ റൂമിലിട്ടടാ. പക്ഷെ ഉണ്ടല്ലോ, രണ്ടാളും കൂടി റൂമില്. ഏത് രണ്ടാളും കൂടി? അല്ല, അതല്ല. ഏതല്ല? അല്ല, രണ്ടാളും കൂടി എന്ന് പറഞ്ഞാൽ ചേച്ചിയും അനന്തനും കൂടിയിട്ട് റൂമില് വഴക്കുണ്ടായോ? എടാ, വഴക്കൊന്നും ഉണ്ടായില്ല. കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനാക്കിയിട്ട് ഞാൻ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി. 2 പടിയാണ്ട് താഴത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാനൊരു കാര്യം പറയാൻ മറന്നത് ഓർത്തിട്ട് രണ്ടാമത് ഇവിടെ കേറി വന്ന്. അപ്പോഴത്തേക്ക് ഇവൻ വാതിലൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വാതിലും അങ്ങനെ അങ്ങോട്ട് മുട്ടാൻ കൈ ഉയർത്തലും ഫോണിന്റെ ശബ്ദം കേട്ട് ഇവനുണ്ട് ദേവികയ്ക്ക് ഫോൺ ചെയ്യണ്. ഞാനിപ്പോ അങ്ങോട്ട് വരട്ടെ, കുട്ടികൾ ഉറങ്ങിയോ, 1/2 മണിക്കൂർ കഴിഞ്ഞു വരെ, അങ്ങനെ എന്തൊക്കെയോ പറയണ്ടടാ. എടാ, അവര് തമ്മിൽ എന്തോ ഉണ്ട്, അത് ഉറപ്പാണ്. ഞാനിത് അനന്തന്റെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടാ പങ്കിയെ. ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല ചേച്ചിയെ. ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞൂലേ? ഇത് എനിക്ക് വല്ല ഉറക്കത്തില് എന്തോ പറയണ മാതിരിയാ തോന്നണ ചേച്ചി പറയുമ്പോ. നീ പോടാ ഇവിടുന്ന്, ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതല്ലേ. നമുക്ക് അവനെ പൊക്കണം, തൊണ്ടിയോടെ പിടിക്കണം. അതിന് നീ എന്റെ കൂടെ നിക്കണം. ഞാൻ നിൽക്കും. അവനെങ്ങാനും എന്നെ പറ്റിച്ചതാണെങ്കിൽ പങ്കിയേ അല്ല ചേച്ചിയെ, നമുക്ക് കണ്ടുപിടിക്കണം. അതിനിപ്പോ എന്താ ചെയ്യാ? നമുക്കേ അവന്റെ മുറിയുടെ മുമ്പിൽ ഒളിച്ചിരിക്കാം. അവന്റെ റൂമിന്റെ അവിടെ പോയി നിന്നിട്ടെന്ന കാര്യം? 1/2 മണിക്കൂർ കഴിയുമ്പോ അവൻ പുറത്തിറങ്ങൂലേ, തൊണ്ടിയോടെ പിടിക്കാന്നപ്പോ. അവൻ കേറണത് ദേവികയുടെ റൂമിലേക്കല്ലേ, അതല്ലേ നമുക്ക് കാണേണ്ടത്. അപ്പൊ അവിടെ അല്ലേ നിക്കുക? അതെ. അപ്പൊ അവിടെ നിക്ക്. അവിടെ നിന്നാ മതി. ചേച്ചി അവിടെ നിന്നോ.
നീയുമായോ? ഞാൻ വരാം. ചേച്ചി ആദ്യം താഴ്ത്തേക്ക് ഇറങ്ങ്, എന്നിട്ട് അവിടെ നിൽക്ക്. ഞാൻ അപ്പോഴത്തേക്ക് കൊണ്ട് വരാം. അല്ലടാ ഒപ്പം പോവാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി കൈയും കാലും വരച്ചിട്ടെ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഞാൻ അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇപ്പൊ വിടാൻ പറ്റൂല. വിടാൻ പറ്റില്ല. പിടിക്കണമെന്ന്. കഴുത അവനെ ഇത്ര കാലം നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുന്നു. വിഷമിക്കണ്ട, നമുക്ക് പിടിക്കാതെ. ചേച്ചി താഴ്ത്തേക്ക് ഇറങ്ങ്. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നീ വേഗം വായോ. ഞാൻ വരാം. എന്തേ? ഒരു കാര്യം, ഇത് വേറെ ആരും അറിയരുത്. നമ്മൾ രണ്ടാളും മാത്രം അത്രേ ഉള്ളൂ. ഉറപ്പല്ലേ? ഉറപ്പ്. ആ അപ്പൊ എന്നാ നീ വായോ. ദൈവമേ, ഈ കഴുത കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്നെ പകലും ഉറക്കില്ല, രാത്രി ഉറക്കില്ല. ജന്തു. എന്തിങ്ങനെ ഇരിക്കണേ? അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടല്ലേ വരിക. ഈ പടി അങ്ങോട്ട് ചവിട്ടിയാല് മുട്ടുപോലെ ഞാൻ തല്ലിയൊടിക്കും. ഇതുണ്ടോ? ഇത് പോരെ, ഒലക്കെടുക്കണോ? ഒലക്കണം മൂട്. നീ ഇവിടെ വന്നിരുന്നേ. അതെ, ചായ വേണമെങ്കിൽ ഒരു ഗ്ലാസ് കുടിച്ചോ. ഉറക്കം നിൽക്കാൻ ചായ നല്ലതാ. കണ്ട, കള്ളനെ പിടിക്കാനാണെങ്കിലും നമ്മുടെ തറവാടിന്റെ പ്രൗഢി കളയാണ്ടല്ലോ ഇരിപ്പിരിക്കണം അല്ലേ? അത് കളയില്ല. കറക്റ്റാ. കട്ടൻ ചായ, കസേര, ചൂല്. മിണ്ടാട്ടിരിക്കുക, അവൻ ഏത് നിമിഷം വരും. അതെ, ഈ ഇരിപ്പ് ആലോചിക്കുമ്പോ എനിക്ക് ഓർമ്മ വരണതേ, മരട് പൂരത്തിന് പുലർച്ചെ വെടിക്കെട്ട് കാണാൻ വേണ്ടിട്ട് ഉറങ്ങാണ്ടിരിക്കാൻ കട്ടൻ ചായ ആയിട്ടിരിക്കില്ലേ, അതൊക്കെ ഓർമ്മ വരണ. പിന്നെ അഥവാ നമ്മള് പറഞ്ഞ പോലെ അനന്തം ഇങ്ങോട്ട് വരികയാണെന്ന് വെച്ചാൽ അവന്റെ മൂട്ടില് കഥന വെച്ച് പൊട്ടിക്കണം. പൊട്ടിക്കണം. പിന്നെ ദേവിക്കെങ്ങാനും പെട്ടെന്ന് വാതില് തുറന്നിങ്ങോട്ട് വന്നാ നമ്മളെന്താ ഇവിടെ അങ്ങനെ ഇരിക്കണെന്ന് വെച്ചാൽ എന്താ പറയാ? അയ്യോ, അങ്ങനെ അവള് വരുമോ? അല്ല, വന്നാൽ എന്ത് ചെയ്യും? ഒന്നാലോചിക്ക്. ഒരു കാര്യം ചെയ്യാം മോളെ, ഈ നേരത്തെ സ്ഥിരം ഒരു തൊരപ്പൻ ഈ വഴിക്ക് ഇങ്ങനെ ഈ റൂമിലേക്ക് കയറാൻ നോക്കുന്നുണ്ട്. ഇന്ന് അതിനെ കിട്ടി അതിന്റെ മുട്ടും കാല് തല്ലി മുറിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് എന്ന് പറയാ. എടാ തൊരപ്പൻ എവിടെയാടാ മുട്ടും കാല്? അല്ല, തലമണ്ട. തലമണ്ട പൊളിക്കും. ഇവിടെ ഫോൺ തൊരപ്പനാണല്ലോ. തൊരപ്പനാ? അല്ല, അനന്തൻ. ഹലോ, പുറത്തേക്ക് കേട്ടെ. എന്താണെന്താ? പങ്കിയമ്മ, ദേവികല്ലേ? ദേവിക ഇപ്പൊ എന്നെ വിളിച്ചായിരുന്നേ. അവൾക്ക് നാളെ എന്തോ അത്യാവശ്യമായിട്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് അവിടെ ഓഫീസിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാനാണെങ്കിൽ ഉണ്ടെന്നും പറഞ്ഞു. കാരണം ഞാൻ എന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ട്, 2 പേപ്പർ. അപ്പൊ അതൊന്നും അവിടെ കൊണ്ടുപോയി കൊടുക്കണം. എത്ര കാലമായി കണ്ടിട്ട്. ശരിയാ, എനിക്ക് തോന്നുന്ന ഒരു 4 വർഷമെങ്കിലും ആയിട്ടുണ്ട് നമ്മുടെ ചെറിയപ്പറമ്പിലെ കല്യാണ വീട്. സേതുലക്ഷ്മിയുടെ മോന്റെ കല്യാണത്തിന്. അത് തന്നെ. അയ്യോ, നേരെ കേട്ടോ. പക്ഷെ നിനക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ആണോ? അയ്യോ, അപ്പൊ രമണേട്ടൻ പറയുന്ന നേരാ. എനിക്ക് പ്രായം കുറഞ്ഞു വരുവാന്ന്. പക്ഷേ സീതേച്ചിക്ക് ഇച്ചിരി പ്രായം കൂടിയോന്നൊരു സംശയം. മെലിഞ്ഞു, നന്നായിട്ട് മെലിഞ്ഞു. ക്ഷീണമാ മുഖത്ത്. മോളെ, ഈ അടുക്കളയിലെ കഷ്ടപ്പാടല്ലേ, എങ്ങനെ മെലിയാണ്ടിരിക്കും? കഷ്ടം. ബലമേട്ടോ, എന്നൊക്കെയുണ്ട് വിശേഷം? എന്തുവാ ഗായത്രി, വയസ്സെന്ന് വരുമല്ലോ, ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ. ബലമേട്ടനും പ്രായമായി, നല്ലോണം പ്രായമായി. എനിക്കോ തോന്നുന്നു അങ്ങനെ. ഞാനേ കഴിഞ്ഞ പ്രാവശ്യം രമണ വന്നപ്പോഴും ചോദിച്ച ഗായത്രീനെ എന്താ കൊണ്ടുവരാഞ്ഞെന്ന്. അപ്പൊ ഇവൻ പറയാ എന്തോ ഒരു ഡോഗ് ഷോ. ഡോഗ് ഷോ. അതെ, നമ്മുടെ ക്ലബിലെ പെണ്ണുങ്ങളെല്ലാരും വരുന്ന പട്ടി ഷോയാ. അല്ല, ഡോഗ് ഷോയാ. അപ്പൊ പിന്നെ ഞാൻ ചെന്നില്ലെങ്കിൽ അത് നമ്മുടെ ഡിഗ്നിറ്റിക്ക് മോശമല്ലേ? ശരിയാ, അതാ വരാ ഞാൻ അന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.